ഹേ ലേണേഴ്സ്, വെൽക്കം ബാക്ക് ടു സ്മാർട്ട് സ്ലേറ്റ് PSC. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്താണ് എന്നാണ്. ഇതിനെ ഉൽപാദന സാധ്യതാ വക്രം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. PPC അല്ലെങ്കിൽ PPF എന്നും ഷോർട്ട് ഫോമിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ നമുക്ക് നോക്കിയാലോ എന്താണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന്. അതായത് ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും പൂർണ്ണമായി ഉപയോഗിച്ച് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ വിവിധ സംയോഗങ്ങൾ അഥവാ കോമ്പിനേഷൻസ് യോജിപ്പിച്ചു വരയ്ക്കുന്ന രേഖയാണ് ഉൽപാദന സാധ്യതാ വക്രം. ഒന്നുകൂടി പറയാം. ലഭ്യമായിട്ടുള്ള വിഭവങ്ങളും അതുപോലെ സാങ്കേതിക വിദ്യയും പൂർണ്ണമായി ഉപയോഗിച്ചുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ കോമ്പിനേഷൻസ് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വരയെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ ഉൽപാദന സാധ്യതാ വക്രം എന്നാണ് വിളിക്കുന്നത്. തന്നിരിക്കുന്നത് അരിയുടെയും ഗോതമ്പിൻ്റെയും കുറച്ച് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആണ്. ഇതുപയോഗിച്ച് നമുക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉണ്ടാക്കാൻ പറ്റും. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എക്സ് ആക്സിസിൽ ഗോതമ്പും വൈ ആക്സിസിൽ അരിയുമാണ് അടയാളപ്പെടുത്തുന്നത്. എക്സ് ആക്സിസിൽ 0.5, 1, 2, 3, 4, 5 അങ്ങനെ രീതിയിലാണ് അടയാളപ്പെടുത്തുന്നത്. ഇതിലൊരു 0.5 ഇട്ടിട്ടാണ് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. വൈ ആക്സിസിലാണെങ്കിൽ 0, 2, 4, 6, 8, 10 എന്നുള്ള രീതിയിലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തന്നിട്ടുള്ള ടേബിളിനനുസരിച്ച് പോയിന്റുകൾ അടയാളപ്പെടുത്താം. എ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ 10 യൂണിറ്റാണ് അരി ഉൽപ്പാദിപ്പിക്കുന്നത്, 0 യൂണിറ്റാണ് ഗോതമ്പ്. അപ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ 0യും വൈ ആക്സിസിൽ 10ഉം അടയാളപ്പെടുത്തുക. അതുപോലെ ബി എന്ന് പറയുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റിയിൽ 9 യൂണിറ്റ് അരിയും 1 യൂണിറ്റ് ഗോതമ്പും. അങ്ങനെ പിന്നീടുള്ള ഓരോന്നും അടയാളപ്പെടുത്തി നമ്മൾ ആ പോയിന്റുകളെ യോജിപ്പിച്ച് ഒരു കർവ് വരയ്ക്കുക. അതാണ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, സമ്പദ് വ്യവസ്ഥയിലെ വിഭവങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അരിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ 10 യൂണിറ്റ് അരി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. എന്നാൽ അവിടെ നമുക്ക് 0 യൂണിറ്റേ ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഗോതമ്പാണ് ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ 4 യൂണിറ്റ് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് 0 യൂണിറ്റ് അരിയെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുള്ളൂ. ഇങ്ങനെ നമുക്ക് അരിയുടെയും ഗോതമ്പിൻ്റെയും കുറച്ച് കോമ്പിനേഷൻസ് ലഭിക്കും. 0, 10, 1, 9, 2, 7, 3, 4, 4, 0 ഇങ്ങനെയുള്ള കുറച്ച് കോമ്പിനേഷൻസ് കിട്ടും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഉൽപാദന സാധ്യതാ ഗണം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നും എങ്ങനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുന്നത് എന്നുമാണ്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.